അദ്ദേഹം ഒരു ചാനലിന് 1-2 ചാനലുകൾക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രയാസങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനിപ്പോൾ അത്ര വലിയൊരു പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഉരുൾപൊട്ടലെന്നോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അതിനർത്ഥമില്ല. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ഒരു സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും അയവർക്കുമല്ലോ. ആ രീതിയിൽ അദ്ദേഹത്തിനുണ്ടായ ചില പ്രയാസങ്ങൾ സൂചിപ്പിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു. അത് ശിരസ വഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനം മാന്യമായ രീതിയിൽ അദ്ദേഹം സ്ഥാനം ഒഴിയുകയും പുതിയതായി ഹൈക്കമാൻഡ് നിയോഗിച്ച സണ്ണി ജോസഫിന് അതിൻ്റെ ബാറ്റൺ കൈമാറുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഒരു ഭരണമാറ്റം ഉണ്ടായി ഒരു ഒരു സന്തോഷം, മനസ്സിന് സന്തോഷത്തോടു കൂടിയിട്ട് പുതിയ ആൾക്ക് ബാറ്റൺ കൈമാറണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഏതായാലും അദ്ദേഹം പാർട്ടി പറഞ്ഞ് അദ്ദേഹം അനുസരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഒരു അച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞത് ഒരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇപ്പം അദ്ദേഹം ആദ്യം വെച്ചൊരു ഫോർമുല, ഞാൻ മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറണം എന്നൊരു ഫോർമുല വെച്ചു എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിരുന്നത്. അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങളാരും ഒന്നും പറയുന്നില്ല. കാരണം ഇതെല്ലാം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. കാര്യങ്ങൾ ഹൈക്കമാൻഡിനോട് പറയും, അത് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അങ്ങ് മറിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തപ്പോൾ ഞങ്ങളൊക്കെ അംഗീകരിച്ചു. അപ്പോൾ തലമുറ മാറ്റം വേണമെന്നാണ് ഹൈക്കമാൻഡ് ആഗ്രഹിച്ചത്. പക്ഷേ തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ പഴയ തലമുറക്കാരെ പൂർണ്ണമായിട്ട് അവഗണിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കൂടുതൽ യുവരക്തങ്ങൾ വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് മാറ്റാൻ സാധ്യമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 51 സീറ്റുകളോളം പുതുമുഖങ്ങൾക്ക് ഇന്ന് നൽകുകയുണ്ടായി. പക്ഷേ അതിൽ ഒരാൾ മാത്രമേ ജയിച്ചുള്ളൂ, ചാലക്കുടി മാത്രം. എന്ന് വിചാരിച്ച് ചെറുപ്പക്കാർക്ക് കൊടുക്കരുത് എന്നാരും പറയില്ല, കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അടുത്ത ജനുവരി ആകുമ്പോഴേക്കും ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ ഈ പുതിയതായി വരുന്ന സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഏതായാലും പുതിയ നേതൃത്വം വന്നു. പുതിയ നേതൃത്വത്തിൻ്റെ ഇപ്പോൾ പുനഃസംഘടനാ ചർച്ചകളൊക്കെ നടക്കുക. പക്ഷേ എല്ലാവരും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം നടപടികൾ സ്വീകരിക്കാൻ. ഇപ്പോൾ തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അത് ചാനലിലൂടെ പത്രങ്ങളിലൂടെയോ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അറിയുന്നതിന് പകരം ഞങ്ങളൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തിയാൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ പറയും. അല്ലെങ്കിൽ ഒരിക്കലും പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. മാത്രമല്ല, ഒരു ഭരണമാറ്റം ഉണ്ടായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരവും ശക്തമാണ്. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണമെങ്കിൽ പാർട്ടി ഒരുമിച്ച് നിന്ന് പോരാടണം. ഞാൻ ഒറ്റക്കെട്ട് എന്നുള്ള വാക്ക് ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴും പറഞ്ഞാൽ ആൾക്കാർക്ക് സംശയം തോന്നും എന്നുള്ളതുകൊണ്ട് ഒത്തൊരുമിച്ച് മാനസിക ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ കേരളത്തിൽ എന്ത് PR വർക്ക് LDF നടത്തിയാലും UDF ജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കൊടിക്കുന്നിൽ സുരേഷ് അന്ന് നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, ആളെ എനിക്ക് തോന്നുന്നു 10-30 വർഷമായിട്ട് MP ആണ്, കേന്ദ്രമന്ത്രിയായിരുന്നു, ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയിൽ ക്ഷണിതാവാണ്, എന്നിട്ടും അങ്ങേർക്ക് എന്ത് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അത് സുരേഷിന് കിട്ടാത്തതിനെ കുറിച്ചല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് പ്രാധാന്യം കിട്ടണമെന്നാണ്. അതിപ്പോൾ ഭാവിയിൽ ഒന്നും അവസാനിക്കുന്നില്ലല്ലോ. ഒരു സ്ഥാനവും ആർക്കും നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ടീമിനെ വെച്ചു, ആ ടീമിനെ വെച്ച് മുന്നോട്ട് പോവുക. എന്തായാലും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് പ്രാധാന്യം തീർച്ചയായിട്ടും പാർട്ടി നൽകും, സംശയമൊന്നുമില്ല.